കനേഡിയൻ വിസയിൽ SDS കാറ്റഗറിയാണ് ഒഴിവാക്കിയത്. ഇത് ഫലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കാൻ തന്നെ ഏതാണ്ട് 24 ലക്ഷത്തോളം രൂപ മുൻകൂർ കണ്ടെത്തേണ്ടി വരുന്നതാണ് ഒഴിവാകുന്നതെന്ന് ഫെയർ ഫ്യൂച്ചർ MD ഡോക്ടർ എസ് രാജ് പറഞ്ഞു. IELTSൻ്റെ കണ്ടീഷനും എടുത്തു മാറ്റി. അപ്പോൾ വാസ്തവത്തിൽ SDS എന്നുള്ള കാറ്റഗറി റിമൂവ് ചെയ്തപ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും കുട്ടികൾക്ക് വരികയാണ്. പ്രത്യേകിച്ചും ലോൺ എടുത്തു പോകുന്നൊരു കുട്ടി പരമാവധി ഒരു സെമസ്റ്ററിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം $8,000 അടുത്ത് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോൾ ഏതാണ്ടൊരു 6 ലക്ഷത്തിനോ അല്ലെങ്കിൽ 5 ലക്ഷത്തിനോ ഉള്ളൊരു എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യൂ. അല്ലെങ്കിൽ ഒരു $2,000 ട്യൂഷൻ ഫീസ് ഡിപ്പോസിറ്റ് അവരുടെ യൂണിവേഴ്സിറ്റി പറയുന്നെങ്കിൽ ഏതാണ്ട് ഒരു 1,50,000 രൂപയിൽ താഴെയുള്ള ഒരു എമൗണ്ട് മാത്രം തുടക്കത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. പക്ഷേ ബാക്കി വരുന്ന ഫണ്ടുകളെല്ലാം അവർക്ക് ഇന്ത്യയിലുള്ളൊരു ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഇത് മാത്രമല്ല, കാനഡയിൽ വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ കിട്ടാനുള്ള സാധ്യതകളും കൂടുകയാണ്. അടുത്ത 4-5 വർഷത്തേക്ക് കാനഡയിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ കണക്കാക്കിയുള്ള കോഴ്സുകൾക്കാണ് ഇനി സ്റ്റേ ബാക്ക് ലഭിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ കുട്ടികൾ അവിടെ എത്തുന്നതിന് പകരം ആവശ്യമുള്ള കുട്ടികൾ മാത്രം വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ കോമ്പറ്റീഷനൊന്നും അവിടെ ഇനി വരാൻ പോകുന്നില്ല. പകരം അവിടെ വരുന്ന കുട്ടികൾക്ക് അവർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പം സിപ്പ് കോഡ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 10 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ കാനഡയിലെ വിസ മാറ്റങ്ങളും സിപ്പ് കോഡിങ്ങും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും തൊഴിലുറപ്പാക്കാനും ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേ ചെയ്യൂവെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.